ഡിസിഷൻ ട്രീ. അപ്പോൾ ഡിസിഷൻ തിയറിയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ക്രൈറ്റീരിയാസ് നമ്മൾ പഠിച്ചു. ഇനി മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഡിസിഷൻ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡെസിഷൻ എടുക്കുന്നു. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. One of the devices of representing a diagrammatic presentation of the possible outcomes of a series of related alternative course of action. അതായത് ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് സിറ്റുവേഷൻ, അത് ഏതുമായിക്കോട്ടെ, അതിനെ നമ്മൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, അതല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, എന്നിട്ട് അതുവഴി എന്ത് ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഡിസിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഡിസിഷൻ ട്രീ എന്നുള്ളത് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്ന നോഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ആണ്. അപ്പം ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഡിസിഷൻ ട്രീയുടെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് നോഡ്സ്, ദെൻ ബ്രാഞ്ചസ്. പിന്നെ ഇതിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളാണ്. 2 ടൈപ്പ് നോട്ട്സാണുള്ളത്. ആക്ച്വലി 3 ടൈപ്സ് ഉണ്ട്. മെയിനായിട്ട് 2 നോട്ട്സ് നമ്മൾ പഠിക്കാം. 3 ടൈപ്സ് ഓഫ് നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എ ഡിസിഷൻ ട്രീ. ഒന്നാമത് ഡിസിഷൻ നോഡാണ്. ഡിസിഷൻ നോഡാണ് നമ്മൾ സ്ക്വയറിൽ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡിസിഷൻ നോഡ്. ദെൻ നെക്സ്റ്റ് ഈസ് ചാൻസ് നോഡ്. ചാൻസ് നോഡാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. നമ്മൾ സിമ്പിളാണെന്ന് പറയും, പക്ഷേ ഇപ്പോൾ എക്സാമിന് ഡിസിഷൻ ട്രീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസിഷൻ ട്രീ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് തരുന്നത് കോംപ്ലക്സ് ആയിരിക്കും, അതുപോലെ വലിയൊരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും തരുന്നത്. സോ അത് വായിച്ചെടുക്കാനും പിന്നെ അതിലെ പോസിബിലിറ്റീസ് മനസ്സിലാക്കാനും പിന്നെ അത് ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ സമയം പോകും. ദെൻ അൾട്ടിമേറ്റ് റിസൾട്ട് കണ്ടുപിടിക്കാനും ചിലപ്പോൾ കുറച്ചധികം സമയം പോകും. സോ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തതിന് ശേഷം മാത്രമാണ് ഡിസിഷൻ ട്രീ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ഇത് ടൈം കൺസ്യൂമിങ് ആണ്, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിവേ പറഞ്ഞു, ഇത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസിഷൻ നോഡ്, സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചാൻസ് നോഡാണ്. പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻസ് നിങ്ങൾക്ക് കാണാം. പിന്നെ A1 A2 A3 ആക്സ് ആണ്. ദെൻ ഇവൻറ്റ്സ് വന്നിട്ടുണ്ട് E1 E2 അതായത് ഇത് ഡിസിഷൻ നോഡ്, ഇത് ചാൻസ് നോഡ്. ഈ ചാൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ A1 എന്ന് പറയുന്ന ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇവൻറ്റ്സ് ആണ് E1 E2. ദെൻ E1ൻ്റെ ഔട്ട്കമാണ് അതിൻ്റെ എൻഡ് റിസൾട്ട്. ആ ഇവൻറ്റിൻ്റെ റിസൾട്ടാണ് O11 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ E2 എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ എൻഡ് റിസൾട്ടാണ് O12 എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അഗൈൻ A2 എന്ന് പറഞ്ഞ ആക്റ്റിൻ്റെ 2 കറസ്പോണ്ടിങ് ഇവൻറ്റ്സ് ഉണ്ട്, E1 ആൻഡ് E2. E1ൻ്റെ റിസൾട്ടാണ് E21, അതായത് രണ്ടാമത്തെ ആക്റ്റിൻ്റെ ഒന്നാമത്തെ ഇവൻറ്റിൻ്റെ റിസൾട്ട് O21. ഇനി അതേ രണ്ടാമത്തെ ആക്റ്റിൻ്റെ രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ റിസൾട്ട് O22. ഓക്കെ,
ഇനി അടുത്തത് A3 തേർഡ് ആക്ട്. അതിൽ E1 E2 2 ഇവൻറ്റ്സ്. തേർഡ് ആക്റ്റിലെ ഒന്നാമത്തെ ഇവൻ്റിൻ്റെ റിസൾട്ടാണ് E31 എന്ന് കൊടുത്തിരിക്കുന്നത്, O31 എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തേർഡ് ആക്റ്റിലെ സെക്കൻഡ് ഇവൻറ്റിൻ്റെ ഔട്ട്കമാണ് O32 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, O32. അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിസിഷൻ നോഡ്സ് ഉണ്ടായിരിക്കും, ചാൻസ് നോഡ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ ആക്ട്സ്, ഇവൻറ്റ്സ്, അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്, ഇതൊക്കെ കാണിക്കുന്നതാണ്. സിംപ്ലി ഡിസിഷൻ ട്രീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അതിനെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി ഒരു ട്രീ പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡിസിഷൻ എടുക്കുന്നു അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് പറഞ്ഞു 3 ടൈപ്സ് ഓഫ് നോഡ്സ് ആണുള്ളത്. അതിൽ 2 നമ്മൾ കാണിച്ചു, ഡിസിഷൻ നോഡും ചാൻസ് നോഡും. പിന്നെ ഔട്ട്കം കാണിക്കാനായിട്ട് സാധാരണ നമ്മൾ ട്രയാങ്കിൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ നോഡ് ചാൻസ് നോഡ് പറഞ്ഞു. പിന്നെ ഔട്ട്കം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിളും യൂസ് ചെയ്യാറുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എഫക്റ്റീവ് മെത്തേഡ് ഓഫ് വിഷ്വലൈസിങ് ദ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു ബിസിനസ് പ്രോബ്ലം ആയിരിക്കും, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, അതിനെ എഫക്റ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. റിക്വയർസ് ഓൺലി ലിറ്റിൽ എഫേർട്ട് ഫോർ പ്രിപ്പറേഷൻ. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ പ്രോബ്ലം. ദെൻ എ സിറ്റുവേഷൻ വിത്ത് ടെക്നിക്കൽ ഡാറ്റ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് എമംഗ് നോൺ ടെക്നിക്കൽ യൂസേഴ്സ് ഈസിലി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുമായിട്ട് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും ഡിസിഷൻ ട്രീ വഴി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഈസി ടു ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഈച്ച് ആൻഡ് എവറി ഔട്ട്കം ഓഫ് എവറി കോഴ്സ് ഓഫ് ആക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ്, ബെനിഫിറ്റ് ആൻഡ് പ്രോബബിലിറ്റി. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓരോ ഔട്ട്കം ബേസ്ഡ് ഓൺ ദി കോഴ്സ് ഓഫ് ആക്ഷൻ, അതെങ്കിൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആക്ട്, അത് ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അലോങ് വിത്ത് ആ പർട്ടിക്കുലർ ആക്ട് അല്ലെങ്കിൽ ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. സോ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണെന്നുള്ളതാണ് പറയുന്നത്.